ഡോക്ടർ ബി ഉമാദത്തൻ, റിട്ടയേർഡ് പോലീസ് സർജനും എഴുത്തുകാരനുമാണ് ശ്രീ ഉമാദത്തൻ. ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രം, കുറ്റാന്വേഷണത്തിലെ വൈദ്യശാസ്ത്രം എന്നിവയാണ് പ്രധാന ഗ്രന്ഥങ്ങൾ. പ്രമാദമായ പല കേസുകളുടെയും അന്വേഷണത്തിന് പിറകിൽ ഡോക്ടർ ഉമാദത്തിൻ്റെ അറിവും അനുഭവ പരിചയവും വഴിതെളിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് KLF 4-ാം പതിപ്പിലേക്ക് സ്വാഗതം. ഡോക്ടർ ഷെർലി വാസു, ഫോറൻസിക് വൈദ്യശാസ്ത്ര മേഖലയിൽ 35 വർഷത്തെ അനുഭവ പരിചയം. കോഴിക്കോട്, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ സേവനം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവി. സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി മെഡിക്കൽ ജേണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ടേബിൾ ഡോക്ടർ ഷെർലി വാസുവിൻ്റെ ഏറെ ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. ഡോക്ടർക്ക് KLF 4-ാം പതിപ്പിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് MS സജി, പ്രമുഖ അഭിഭാഷകൻ, കലയും സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കുവാൻ പ്രത്യേകം താൽപ്പര്യമെടുക്കുന്ന MS സജി ലോ ആൻഡ് ഓർഡർ സംബന്ധമായ ധാരാളം ലേഖനങ്ങളും എഴുതാറുണ്ട്. അഡ്വക്കേറ്റ് MS സജിക്ക് KLF 4-ാം പതിപ്പിലേക്ക് സുസ്വാഗതം. സെഷൻ ആരംഭിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ നടന്നു വരുന്ന സെഷനുകളിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം ടേബിളുകളിലെ സത്യങ്ങൾ, അതിൽ കുറ്റാന്വേഷണമാണ്, കേസുകളുണ്ട്, ദുരൂഹ മരണങ്ങളുണ്ട്, കൊലപാതകങ്ങളുണ്ട്. ഇതിൽ ഒരു പോലീസ് സർജൻ്റെ റോൾ എന്താണ്? സത്യം അന്വേഷിച്ച് പോകുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു ഫോറൻസിക് സർജൻ നടത്തേണ്ട പിന്തുണ എന്താണ്? എനിക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ ഫോറൻസിക് വിദഗ്ധന്മാരാണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടുപേരും മികച്ച എഴുത്തുകാരാണ്. ഇവർ എഴുതിയിട്ടുള്ളത് നമ്മൾ വിവിധ മാഗസിനുകളിൽ വായിച്ചിട്ടുണ്ട്. വിവിധ പുസ്തകങ്ങൾ എഴുതിയ ആളുകളാണ്. ഡോക്ടർ ഉമാദത്തൻ സാറ് കേരള ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മെഡിക്കോ ലീഗൽ അഡ്വൈസറായിരുന്നു. ഒട്ടനവധി പ്രമാദമായ കേസുകൾ അന്വേഷിക്കുകയും ഈ ശാസ്ത്രത്തെ ഒരു സാഹിത്യമാക്കി മാറ്റുകയും ചെയ്ത എഴുത്തിനുള്ള പ്രാവീണ്യം കാണിച്ച ആളുകളാണ് ഇവർ രണ്ടുപേരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷെർലി വാസു എഴുതിയ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന ആ പുസ്തകത്തിലെ അതിലെ ഒരു ലേഖനം അവർ നമുക്ക് പ്രിയപ്പെട്ട സംവിധായകനായിരുന്ന പത്മരാജനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു വൈകാരിക അനുഭവമാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ അദ്ദേഹം അന്തരിച്ചത് കോഴിക്കോട് പാരാമൗണ്ട് ഹോട്ടലിൽ വെച്ച് 27 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത്തരം ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ രണ്ട് വിദഗ്ധർ, രണ്ട് ശാസ്ത്രജ്ഞർ നമുക്ക് ചുറ്റുമിരിക്കുകയാണ്. ഇവരിൽ നിന്ന് നമുക്ക് എന്താണ് അറിയാനുള്ളത്? യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു ശരീരത്തിന് സംസാരിക്കുന്ന ആളുകളോട് അവരുടെ മരണത്തെ സംബന്ധിച്ച തെളിവുകൾ നൽകുവാൻ കഴിയുമോ? ആ ശാസ്ത്രത്തിൻ്റെ പരിമിതി എന്താണ്? സത്യാവസ്ഥ എന്താണ്? BC 3000 മുതൽ നിലനിൽക്കുന്ന ഈ ശാസ്ത്രം ഡോക്ടർ ഉമാദത്തിനോടാണ് നമുക്ക് ആരംഭിക്കാം. സാർ, ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നും ആരംഭിക്കുന്ന ഈ അന്വേഷണം, മൃതശരീരങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ആക്യുറേറ്റ് ആയിരിക്കും? എത്രമാത്രം സത്യത്തിൻ്റെ അംശം അതിലുണ്ടായിരിക്കും? നമസ്കാരം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഡെഡ് മെൻ ടെൽ ടെയിൽസ്. മരിച്ചവർ കഥ പറയുന്നു. അവരവരുടെ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് കേൾക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെവി ഓർക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ മരണമുണ്ടായത് എങ്ങനെയാണ്, ദുരൂഹ സാഹചര്യങ്ങളിൽപ്പെട്ട മരണമാണോ, അതോ ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഡോക്ടറും ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന മൃതദേഹവും തമ്മിൽ സംവദിക്കുകയാണ്. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംവാദമാണ്. ശരീരത്തെ പൂർണ്ണമായും പരിശോധിച്ച് അതിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തുകയാണ്. ഇത് സാധാരണ ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗിയെ രോഗം നിർണയിക്കുന്നത് പോലെ തന്നെയാണ് ഒരു മൃതശരീരത്തിൽ നിന്നും മരണകാരണം കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതൊരു അവധാനതയോടുകൂടി ചെയ്താൽ മാത്രമേ
അതൊരു ഡോക്ടർക്ക് സാധിക്കൂ. ഡോക്ടർ ഷേർലി വാസുവിനോടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ ഈ സമീപകാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു പഠനത്തിൽ, ഇതൊരു നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, ഏകദേശം 60 മുതൽ 70% വരെ ഫൈൻഡിങ്സ് ഫോറൻസിക്കായിട്ട് നടത്തുന്ന ഫൈൻഡിങ്സേ ശരിയാവാറുള്ളൂ. വിശേഷിച്ച് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് കിട്ടുന്ന വസ്തുതകളുടെ ആക്യുറസി ആ ഒരു അളവിലേ ഉണ്ടാവൂ എന്നുള്ളൊരു ലേഖനം വായിക്കാനിടയായിട്ടുണ്ട്, ഒരു മെഡിക്കൽ ലീഗൽ ആർട്ടിക്കിൾ. അതിനെക്കുറിച്ചുള്ള ഡോക്ടറുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു നിഗമനം എന്താണ്? നമസ്കാരം. എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ എയിംസിലെ ഡോക്ടർ ആദർശൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ന്യൂസാണ് എന്ന് തോന്നുന്നു. 80% കേസുകളും പ്രത്യേകിച്ച് ട്രെയിനിങ്ങുകളൊന്നും ഇല്ലാതെ ഇതിന് മുമ്പാട് ഒരു പോസ്റ്റ്മോർട്ടം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡോക്ടർമാരാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ പഠനത്തിൽ കണ്ടെത്തിയിരുന്നത്. അത് ശരിയുമാണ്. വാസ്തവത്തിൽ കേരളത്തിന് പുറത്തുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ വളരെ നമുക്ക് അത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. കേരളത്തിൽ തന്നെയും ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജിന് പുറത്ത് നിൽക്കുന്ന പോസ്റ്റ്മോർട്ടത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് വലിയ വിവരമൊന്നുമില്ല. കുറച്ച് കേസുകളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ട അനുഭവം നല്ലൊരു നിലയിലുള്ള പരിശോധനകൾ നടക്കണില്ല എന്നുള്ളത് ആണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ആകെ മൊത്തം നോക്കുമ്പം 60-70% കേസുകളിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നില്ല പരിശോധനകൾ. മെഡിക്കൽ കോളേജിലത് വിഭിന്നമാണ്. മെഡിക്കൽ കോളേജിൽ ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടമാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും നടക്കുന്നത്. അവിടെ വേറെ ഇൻഫ്ലുവൻസുകളൊന്നുമില്ല. ഈ അൺനാച്ചുറൽ ഡെത്ത് തന്നെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന് ആത്മഹത്യ, പിന്നെ ഹോമിസൈഡ്, കൊലപാതകം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഇത്രയും ശാസ്ത്രം മുന്നോട്ട് പോയ ഈ കാലത്ത് പോലും, ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നിട്ടുള്ള ഈ കാലത്ത് പോലും ഈ ആക്യുറസി ഈ റേറ്റ് 60-70% എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനത്തിൽ, ഒരു കുറ്റാന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് തടസ്സമാവുകയും അതിനേക്കാൾ അപകടമായി കണ്ടെത്തുന്നവർ യഥാർത്ഥ കുറ്റവാളികളല്ലാതായി മാറാൻ ചെയ്യുന്ന വലിയൊരു അപകടത്തിലേക്ക് അത് നയിക്കില്ലേ ആ സംഭവത്തിൽ? ആ ഒരു സംഗതി വരുന്നു. ഫോറൻസിക് പത്തോളജിസ്റ്റിനെ പറ്റിയിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ കൊണോയ്സേഴ്സ് ഓഫ് ട്രൂത്ത് ആൻഡ് ഹാർബിംഗേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്നാണ്. ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജസ്റ്റിസ് രാംകുമാർ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടാണ് ഞാനത് കേട്ടിട്ടുള്ളത്. കൊണോയ്സേഴ്സ് എന്ന് പറഞ്ഞാൽ വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നവരാണ്. അതുപോലെ സത്യം രുചിച്ച് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നവരാണ് ഫോറൻസിക് പെത്തോളജിസ്റ്റ്. കണോയ്സേഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മുൻനിര പോരാളികളാണ് സത്യത്തിൻ്റെ. ഇത് രണ്ടുമാണ് ഫോറൻസിക് പെത്തോളജിസ്റ്റിൻ്റെ കടമ. ട്രെയിൻഡ് അല്ലാത്ത ഈ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ട്രെയിനിങ് ഇല്ലാത്തവരെ പറ്റിയിട്ട് നമുക്ക് അത് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വളരെ കാലം ദീർഘകാലമായിട്ട് ഒരു എംപറിക്കൽ നോളജ്, പ്രത്യേക ട്രെയിനിങ്, ഇതെല്ലാം ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ്. അതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഗവൺമെൻറ്റുകൾ പ്രത്യേക താല്പര്യം എടുക്കാത്തതും. ഇതൊരു ചിലവേറിയ പ്രസ്ഥാനമാണ്. പോസ്റ്റ്മോർട്ടം ഒരു മെനക്കെട്ട പരിപാടികളാണ്. പിന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് മൃതദേഹം ദഹനത്തിനൊക്കെ താമസിക്കുന്നു എന്നുള്ളതിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ഇതിനോട് കാണിക്കുന്ന ഒരു അട്ടർ ഡിസ്റിഗാർഡ് ഉണ്ട്. അത് ഔചിത്യപൂർവ്വം അല്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. തെറ്റുന്നുണ്ടാവാം നിയമത്തിൽ. അല്ല, ഇത് ശാസ്ത്ര സാങ്കേതികത്തിലൊക്കെ നമ്മളെക്കാൾ വളരെ മുന്നോട്ട് പോയിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ ഈ സമീപകാലത്ത് ഒട്ടനവധി പ്രതികളെ കാലങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് വിട്ടയക്കുകയുണ്ടായി. പിന്നീട് നടന്ന DNA ഫിംഗർ പ്രിൻ്റ് എക്സാമിനേഷനിൽ ഇവരായിരുന്നില്ല യഥാർത്ഥ പ്രതികൾ എന്നുള്ള ഫൈൻഡിങ് വരികയുണ്ടായി. MT വാസുനാട് ഒരു പുസ്തകമുണ്ട്, കിളിവാതിലിലൂടെ എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓസ്ട്രേലിയയിലൊരു സ്ത്രീ 19 വർഷം സ്വന്തം മകളെ കൊന്നു എന്നുള്ള ഒരു ചാർജിൻ്റെ പേരിൽ 19 വർഷം ജയിലിൽ കിടന്നിട്ട് 19ാമത്തെ വർഷമാണ് ഒരു റീഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തുന്നത് ആ കുട്ടിയെ ചെന്നായ പിടിച്ചുകൊണ്ട് പോയത്. കാരണം ഒരു കൺട്രി സൈഡിൽ അവർ ഒരു വനാന്തരങ്ങളിലേക്ക് യാത്ര പോയ സമയത്ത് രാത്രിയിൽ ടെൻറ്റിൽ നിന്നും ചെന്നായ കൊണ്ട് ആണ് ആ കൊച്ച് മരിച്ചത്. അപ്പോൾ അതിന് അമ്മ ജയിലിൽ പോകുന്നൊരവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം കേരളത്തിലെ ആദ്യത്തെ മെഡിക്കോ ലീഗൽ അഡ്വൈസർ എന്ന രീതിയിൽ, ഗവൺമെൻറ് അഡ്വൈസർ എന്ന രീതിയിൽ ഇക്കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് ഒരു, ഡോക്ടർ ഷേർലി പറഞ്ഞ മാതിരി ഒരു പോളിസി ഇല്ലായ്മ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ഗൗരവം കൊടുക്കായ്മ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വർക്ക് ചെയ്ത ഒരാൾ എന്ന നിലയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ക്വാളിറ്റി ഇല്ലായ്മയ്ക്ക് ഗവൺമെൻറ്റിനെ പഴിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഉദാഹരണം പറയാം. ഫോറൻസിക് മെഡിസിൻ്റെ തലതൊട്ടപ്പൻ
എന്ന് വിശേഷിപ്പിക്കാവുന്നത് സ്കോട്ട്ലൻഡിലെ ഫോറൻസിക് പ്രൊഫസറായിരുന്ന സിഡ്നി സ്മിത്ത് എന്ന ആളായിരുന്നു. അദ്ദേഹം പുസ്തകവും രചിച്ചിട്ടുണ്ട് ഫോറൻസിക് മെഡിസിനെ കുറിച്ച്. വാസ്തവത്തിൽ ഞാൻ ഫോറൻസിക് മെഡിസിനിലേക്ക് ആകൃഷ്ടനാകുന്നത് തന്നെ ഈ പുസ്തകം വായിച്ചിട്ടാണെന്ന് പറയാം. പണ്ട് നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ആർതർ കോനൻ ഡോയിലിൻ്റെയും ഏൾ സ്റ്റാൻലി ഗാർഡനറിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ എഴുതിയ ഈ പുസ്തകം അത് വല്ലാതെ സ്വാധീനിച്ചു. അതിലെ ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ സിഡ്നി സ്മിത്ത് കുറച്ച് നാൾ ഈജിപ്തിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഫോറൻസിക് കൺസൾട്ടൻ്റായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ പോലീസ് ഒരു ദിവസം ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊടുത്തയച്ചു. അതിൽ 3 കഷ്ണം എല്ലുകളായിരുന്നു. പോലീസിനാകെ അറിയേണ്ടിയിരുന്നത് ഇത് മനുഷ്യൻ്റെതാണോ മൃഗങ്ങളുടെ വല്ലതും ആണോ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആണെങ്കിലേ കേസെടുക്കേണ്ട കാര്യമുള്ളൂ. പ്രൊഫസർ സിഡ്നി സ്മിത്ത് ആ 3 കഷ്ണം എല്ലുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ എല്ലുകൾ ഒരു സ്ത്രീയുടേതാണ്. അവർക്ക് ഒരു 24 വയസ്സ് പ്രായം വരും. അവരുടെ ഇടത് കാലിനൊരു മുടന്തുണ്ടായിരുന്നു. അവർ ഒരു തവണയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാകണം. അവർ മരിച്ചത് ഒരു വയറ്റിൽ ഏറ്റ വെടിയാണ് മരണകാരണം. വെടിവെക്കാൻ ഉപയോഗിച്ചത് ഒരു നാടൻ തോക്കാണ്. 3 യാർഡ് അകലെ നിന്നാണ് ഘാതകൻ അവരെ വെടിവെക്കുന്നത്. അയാൾ ഇരിക്കുകയായിരുന്നു, ഇവർ നിൽക്കുകയായിരുന്നു. ഇവർ ഉടനെ മരിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് വയറ്റിൽ പഴുപ്പ് ബാധിച്ചാണ് അവർ മരിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് 1 വർഷമായി. പോലീസ് ശരിക്കും വിസ്മയിച്ചു. 3 കഷ്ണം എല്ലിൽ നിന്ന് ഒരു ആൾക്ക് ഇത്രയും, ഒരു ശാസ്ത്രജ്ഞന് ഇത്രയും അങ്ങനെ പറയാം. അപ്പോൾ അവിടെയാണ് ഞാൻ മിസ്റ്റർ സജി പറഞ്ഞതുപോലെ ഇത് ക്വാളിറ്റിയുടെ കാര്യമല്ല, ഒബ്സർവേഷൻ. ആ 3 എല്ലുകളെക്കുറിച്ചും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ആ 3 എല്ലുകൾ ഇടുപ്പിൻ്റെ ഭാഗങ്ങളായിരുന്നു, ഇടുപ്പല്ല്. ആ ഇടുപ്പല്ലിൽ ഒരു വശത്തെ കുഴ, കാൽക്കുഴയിൽ ഒരു പ്രത്യേക ചേഞ്ച് ഉണ്ടായിരുന്നു. ഒരു എല്ല് കഷ്ണങ്ങളിങ്ങനെ വളരുക. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അവരുടെ ആ എല്ലിലെ, സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ എല്ല് വികസിക്കും. അപ്പോൾ അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാകും. അതിനെ പാർട്ടൂറിഷൻ പിറ്റ്സ് എന്നാണ് പറയുന്നത്. അതുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരു തവണയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാകണം. പിന്നെ ഏറ്റവും പ്രധാനമായ കണ്ടുപിടുത്തം, ആ എല്ലിൽ ഈ ഈയത്തിൻ്റെ ചെറിയ ഗുണ്ടുകൾ തറഞ്ഞു കയറിയിരുന്നു. അതൊരു നാടൻ തോക്കിലാണ് അങ്ങനത്തെ ഈയ ഗുണ്ടുകൾ ഉപയോഗിക്കുന്നത്. അവയുടെ ദൂരവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഉദ്ദേശം എത്ര അകലെ നിന്നാണ് അയാൾ വെടിവെച്ചതെന്ന്, ഘാതകൻ വെടിവെച്ചതെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി. ഇത് ഏതായാലും സത്യമാണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഈ എല്ലുകൾ കണ്ടെടുത്തത് ഒരു കിണറ്റിൽ നിന്നാണ്. ഉപയോഗശൂന്യമായി കിടന്ന ഒരു കിണർ നാട്ടുകാർ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എല്ലുകളാണ്. അപ്പോൾ പോലീസ് അവിടെ പോയി കിണറ്റിനടുത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ ഒരു വൃദ്ധൻ്റെ മകളെ 1 വർഷമായിട്ട് കാണാതായിരിക്കുന്നു. അങ്ങനെ അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു. ഞാൻ ഒരിക്കൽ തോക്ക് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എതിർച്ചയാ വെടിപൊട്ടി അവളുടെ വയറ്റിൽ കൊണ്ടു. ഞാൻ പേടിച്ച് ആശുപത്രി കൊണ്ടുപോയില്ല, അവിടെ കിടത്തി ചികിത്സിച്ചു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി. 7 ദിവസം കഴിഞ്ഞ് മരിച്ചു അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രൊഫസർ ആ വെടിയുണ്ടകൾ തറഞ്ഞിരുന്നിടത്ത് കുറച്ച് പുതിയ എല്ലുണ്ടായി, ന്യൂ ബോൺ ഫോർമേഷൻ.
അതിൻ്റെ മൈക്രോസ്കോപ്പിക് പരിശോധന നടത്തിയിട്ടാണ് 7 ദിവസം കഴിഞ്ഞാണ് മരിച്ചതെന്നത്. അപ്പോൾ നോക്കൂ, ഒരു 3 കഷ്ണം എല്ല് നിസ്സാരമായിട്ട് വെറുതെ നോക്കി ഇത് മനുഷ്യൻ്റെ എല്ലാണെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസ് തെളിയില്ലായിരുന്നു. അതിനെ അവധാനതയോടുകൂടി പരിശോധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ ഒരു അഭിപ്രായം ഉരുത്തിരിയും. അത് ശ്രദ്ധയോടെ ചെയ്താൽ അത് സത്യമായ അഭിപ്രായമായിരിക്കും. ഷേർലി മാഡത്തോട് ചോദിക്കാറുള്ളത്, ഒട്ടനവധി പ്രമാദമായ കേസുകളിൽ അങ്ങ് ഫോറൻസിക് സർജനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഓർമ്മയുണ്ട് ഷീല വധക്കേസ്. ഒരു ഭർത്താവ്, അന്ന് ഐ തിങ്ക് യു വിൽ ബി വെരി യങ് അറ്റ് ദാറ്റ് ടൈം, സർവീസിലൊക്കെ കയറിയ സമയമായിരിക്കും. വളരെ അത്ഭുതകരമായ കണ്ടെത്തലുകൾ. ഏറ്റവും ഒടുവിൽ ഇപ്പം നമുക്ക് ഈ സദസ്സിലുള്ള എല്ലാവരും ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സൗമ്യ കേസിൽ ഡോക്ടറാണ് അതിൻ്റെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അത് ഡോക്ടറുടെ തെളിവ് തന്നെ നോക്കിയിട്ടാണ് അത് പ്രോസിക്യൂഷനെ ശിക്ഷിക്കുകയും ചെയ്തത്. പിന്നെ കാസർഗോഡ് സഫിയ എന്ന് പറഞ്ഞ് 15 വയസ്സുകാരി കുട്ടി ബാംഗ്ലൂരുള്ള ഒരു മംഗലാപുരത്ത് പോയി വെച്ച് കൊല്ലപ്പെട്ടിട്ട് കഷണങ്ങളാക്കി മുറിച്ചിട്ട അവസ്ഥ. അത് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മുടെ മുന്നിലിരിപ്പുണ്ട്, അഡ്വക്കേറ്റ് ഷുക്കൂർ. അദ്ദേഹമാണ് ആ കേസ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ. അപ്പോൾ അദ്ദേഹം പറയുണ്ടായി അത് കൃത്യമായിട്ടും കേസ് ശിക്ഷിക്കാൻ കാരണം അങ്ങയുടെ തെളിവാണെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. അപ്പോൾ ഈ സൗമ്യ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു പെൺകുട്ടി, 15 വയസ്സുള്ള പെൺകുട്ടി നിശ്ചലമായി കിടക്കുന്നു. ഒരു മനുഷ്യർ എന്ന രീതിയിലും സ്ത്രീ എന്ന രീതിയിലും ഇങ്ങനെ ഒരു വലിയ കൊലപാതകം കണ്ടെത്തുമ്പോൾ, ഇതിൻ്റെ പിന്നിൽ മർഡറാണെന്ന് കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് എന്താണ് വൈകാരികമായി എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? വൈകാരികമായിട്ട് ബാധിക്കുന്നില്ല. അതിന് നമുക്കൊരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ അത് ഇമോഷണലായാലും നമ്മുടെ കണ്ടെത്തലുകളെ ബാധിക്കും, നമ്മളെ റിപ്പോർട്ടിംഗ് സ്റ്റൈലിനെ ബാധിക്കും. നമ്മളത് കോടതിയിൽ കൊടുക്കുന്ന ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഫോറൻസിക് ഡോക്ടേഴ്സ്മാർ കൂടുതൽ ആക്ഷേപം നമുക്ക് ഒരു വികാരവും ഇല്ല. ഇത്രയധികം മൃതദേഹം കണ്ടിട്ട് നിങ്ങൾ തന്നെ മൃതദേഹം പോലെയാണ് എന്നുള്ള പരാതിയാണ് നമ്മളെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇമോഷൻസ് ഇല്ല. സ്വകാര്യമായിട്ട് പിന്നീട് കേസിൻ്റെ പണിയൊക്കെ അവസാനിച്ചതിന് ശേഷം അതിലേറ്റവും വേദനിപ്പിച്ച ഒരു കേസ് ഈ കാസർഗോഡ് സഫിയ, കോഴിക്കോട് അതിഥി, ഇങ്ങനെയുള്ള കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനത്തെ ചെറിയ കുട്ടികളുടെ മരണം. ഞാനിവിടെ വരുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ 16 വയസ്സ്, പിന്നെ പേരും നാളൊന്നും വലിയ നിശ്ചയമില്ലാത്ത സ്ത്രീകളുടെ മരണമൊക്കെ കണ്ടതുകൊണ്ടാണ് ഫോറൻസിക്കിൽ നിൽക്കണം എന്ന് തോന്നിയത്. കാരണം അശരണരായിട്ടുള്ള ഒരുപാട് പേര് പലതരത്തിലും മരിച്ചു. ഇതിനൊക്കെ വേണ്ടത്ര ഗൗരവം കൊടുക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കയറി വന്നപ്പം കോഴിക്കോട്ടിലുള്ള പോലെയല്ല. ഞാൻ തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഞാൻ അവസാനം തൃശ്ശൂരാണ് ജോലി ചെയ്തത്. അവിടെ നിന്ന് രാത്രി 8:30 മണിക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പാളയം വരെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. രാത്രിയിൽ എനി ടൈം ബസ്സിൽ പെൺകുട്ടികൾ, വനിതാ പോലീസ് അടക്കമുള്ള പോലീസുകാർ കയറി സീറ്റുകൾ സ്ത്രീക്ക് കൊടുക്കണുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ സേഫ് പ്ലേസ്. ഞാൻ വന്ന കോഴിക്കോട്ടല്ല, 81-ൽ ഞാൻ വർക്ക് ചെയ്ത കോഴിക്കോടല്ല. ഞാൻ തിരിച്ചിറങ്ങി പോകുമ്പം തീർച്ചയായും അതിലൊരു ചെറിയ ആ സേഫ്റ്റിക്കുള്ള ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നമുക്കും ഉണ്ട്. അത് വികാരപരമായിട്ട് നടത്തിയൊരു കാര്യമല്ല, അത് പർപ്പസ്ഫുൾ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് സ്ത്രീകളും കൂടി ചേർന്നിട്ട് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഫോറൻസിക്കിൽ നിന്നത്. ഫോറൻസിക്കിനോടുള്ള താല്പര്യം കൊണ്ടല്ല. ഡോക്ടറുടെ അനുഭവത്തിൽ ഈ പറഞ്ഞ ഈ വളരെയധികം ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വാധീനിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിരവധി കേസുകളുണ്ട്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു മൃതശരീരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതൊരു ജീവിതത്തിൻ്റെ അന്ത്യം ആണ് എൻ്റെ മുൻപേ ഉള്ളത്. അങ്ങനെ ആ രീതിയിൽ ഞാൻ ചിന്തിച്ച് പലപ്പോഴും മനസ്സിൽ ദുഃഖം തോന്നാറുണ്ട്. മനസ്സിൽ ദുഃഖം തോന്നിയില്ലെങ്കിൽ അയാൾ മനുഷ്യനല്ല. മനുഷ്യ സഹജമായ ഏറ്റവും വലിയ ഒരു വികാരമാണ് ദുഃഖവും അതുപോലെ സന്തോഷവും. ഈ മൃതശരീരങ്ങൾ കാണുമ്പോൾ മനസ്സ് ദുഃഖമാണ്. ഇതൊരു ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഒരു പിതാവായിരിക്കാം, ഒരു മകനായിരിക്കാം. ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ പോകാറുണ്ട്. പക്ഷേ അതൊന്നും സത്യം കണ്ടുപിടിക്കുന്നതിലോ ഒന്നും ബാധിക്കില്ല. എങ്കിലും മാനുഷികമായി അങ്ങനെ ഒരു തോന്നലുണ്ടാകാറുണ്ട് എപ്പോഴും.
ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏതെന്ന് ചോദിച്ചാൽ എല്ലാ കേസുകളും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ തിരുവനന്തപുരത്തെ ഇവരുടെ റഷ്യൻ സോവിയറ്റ് എംബസിയുടെ ഒരു കെട്ടിടം, വലിയൊരു കെട്ടിടം പണിയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബീം തകർന്ന് വീണ് 15 പേർ മരിച്ചു. ഈ 15 പേർ, അന്ന് ഈ ഫോറൻസിക് മെഡിസിനിൽ ആളുകളൊക്കെ കുറവാണ്. അത് ഞാൻ തന്നെ ഇതിൽ ഈ ശാഖയിൽ ജോയിൻ ചെയ്യാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഥകളൊക്കെ വായിച്ചിട്ടുള്ള ഒരു താല്പര്യം. രണ്ടാമത് ഇത് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന അമേരിക്കൻ കവി പറഞ്ഞതുപോലെ ഒരു വനത്തിലെത്തിയപ്പോൾ ഒരു പാതയിലൂടെ അദ്ദേഹം നടക്കുകയാണ്. ഒരു വനത്തിലെത്തിയപ്പോൾ പാത രണ്ടായിട്ട് തിരിയുന്നു. ഒരു പാതയിൽ ധാരാളം ആളുകൾ സഞ്ചരിച്ച പാത, മറ്റൊരു പാതയാകട്ടെ വളരെ വിരളമായ ആളുകൾ സഞ്ചരിക്കുന്ന പാത. ഞാനത് തിരഞ്ഞെടുത്തു. അന്ന് സ്ത്രീകളാരും ആ പാത തിരഞ്ഞെടുക്കാറില്ല. പിന്നെയാണ് ഷെർലി വാസുവിനെ പോലുള്ള വനിതകൾ ആ പാത തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ പാതയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ അസാധാരണ മരണങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്: സാധാരണ മരണങ്ങൾ, അസാധാരണ മരണങ്ങൾ. സാധാരണ മരണങ്ങൾ എന്ന് പറയുമ്പോൾ രോഗം കൊണ്ടുണ്ടായ മരണങ്ങൾ. പക്ഷേ ആ രോഗം കൊണ്ടുണ്ടായ മരണവും അസാധാരണ മരണങ്ങളുടെ വകുപ്പിൽപ്പെടും. ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന സാധാരണ മരണങ്ങൾ. നേരത്തെ പത്മരാജൻ്റെ കാര്യം പറഞ്ഞു, ഒരു ലോഡ്ജ് മുറിയിൽ മരിച്ചു അല്ലേ? അപ്പോൾ അത് സാധാരണ മരണമായിരുന്നു എന്ന് ഷെർലി വാസു കണ്ടുപിടിച്ചു പിന്നീട്. പക്ഷേ അത് അസാധാരണമാകാം. അപ്പോൾ അതിലാണ് പോലീസ് അന്വേഷണം വേണ്ടത്. പോലീസ് അപ്പോൾ ഒരു ഇൻക്വസ്റ്റ് നടത്തിയിട്ട് മരണകാരണം വ്യക്തമല്ലെങ്കിലാണ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 15 പേരുടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്നൊരു ഞായറാഴ്ച ദിവസം ഞാനാണ് ഡ്യൂട്ടി. ഈ 15 പേരുടെ പോസ്റ്റ്മോർട്ടം, അതോ മുഴുവൻ സിമൻറ്റിലും ചെളിയിലും കുളിച്ച ശവശരീരങ്ങൾ, എല്ലാം ചെറുപ്പക്കാർ. അതൊരു വല്ലാത്ത ഒരു മനസ്സിനൊരു വലിയ ആഘാതമായിരുന്നുവെങ്കിലും വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതൊരു വലിയ ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമായി ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. ഒരു അസ്വാഭാവിക മരണം കാണുമ്പോൾ തന്നെ 174 വകുപ്പ് പ്രകാരം പോലീസ് റിക്വസ്റ്റ് തരുന്നു, ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ ഇത് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണല്ലോ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അന്വേഷണത്തിൽ തെളിവ് ശേഖരിക്കുന്ന ഒരു ഘട്ടം മാത്രം. ഇങ്ങനെ കൃത്യമായ തെളിവ് കൊടുത്തിട്ടും മരണകാരണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ അനുഭവത്തിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥ സത്യത്തെ, നിങ്ങൾ കണ്ടെത്തിയ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസുകളെ ട്വിസ്റ്റ് ചെയ്യുവാനുള്ള, വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് അനുഭവത്തിന് രണ്ടുപേരും റിട്ടയർഡ് ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നതിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഓർമ്മയിൽ പറയാനില്ല. വാസ്തവത്തിൽ പോലീസുമായിട്ട് വളരെ അകന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കണു. കാരണം എനിക്കിപ്പോഴും എൻ്റെ ഫോണിലൊന്നും ഒരു പോലീസുകാർ, ഒരു ഏത് ലെവലിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ നമ്പറോ അങ്ങനെയൊന്നും ഇല്ല, പേഴ്സണൽ കോണ്ടാക്റ്റുകളൊന്നും ഇല്ല, പണ്ടും ഇല്ല. പക്ഷേ നെവർദലെസ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ കൃത്യമായ പ്രൊഫഷണലിസം കീപ്പ് ചെയ്തതൊട്ട് ആണ് ഞാൻ ജോലി ചെയ്തത്. ബിക്കോസ് ഐ വാസ് അൺസേഫ്. ഞാൻ സത്യം പറഞ്ഞ ഫോറൻസിൽ കയറുമ്പോൾ വേറൊരു വനിത ഫോറൻസിക്കിൽ ഉണ്ട് എന്ന് കേട്ടിട്ടാണ് കയറിയത്. അത് പിന്നെ ഞാൻ അറിഞ്ഞത് ഉമാ ദത്തൻ എന്ന് പറയുന്നത് സാറാണ്. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പണ്ട് മാർക്ക് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഓപ്തൽമോളജി പ്രൊഫസർ ഒരാളുണ്ടായിരുന്നു. അയാൾ സ്ത്രീകൾക്ക് മാത്രമേ മാർക്ക് കൊടുക്കൂ. അപ്പോൾ ഞാൻ പരീക്ഷാ പേപ്പറിൽ ഉമ, യു ക്യാപിറ്റൽ MA സ്മോൾ ലെറ്റേഴ്സ്, പിന്നെ അടുത്തത് D ക്യാപിറ്റൽ ETHAN. എനിക്ക് നല്ല മാർക്ക് കിട്ടി. ഇൻസിഡൻ്റലി ഞാനത് ഓർത്തു പോയതാണ്. കാരണം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നുള്ളത് മനസ്സിലാവണത്.
വാസ്തവത്തിൽ പറയുക, ഫോറൻസിക്കിൽ ഒരു എല്ലാവരും നടത്തുന്നത് ഒറ്റയ്ക്കൊരു യാത്രയാണ്. അതിലൊരു കൂട്ടൊന്നുമില്ല. ഒറ്റയ്ക്കായി പോയാൽ ഖേദമുള്ള ആളൊന്നും അല്ല കേട്ടോ. ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. കേസ് അന്വേഷണത്തിലും അങ്ങനെ തന്നെ. പോലീസ് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ് സ്വീകരിച്ചിട്ട് പോയതായിട്ട് മാത്രമേ എനിക്ക് അനുഭവമുള്ളൂ. കോഴിക്കോട് പോലീസിന് എനിക്ക് നന്ദിയുണ്ട്. പോലീസുമായിട്ട് ഒരു ഫ്രിക്ഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും 35 കൊല്ലത്തോളം ഞാൻ അവരുടെ കൂടെ ഈ ഗോവ, ചെന്നൈ എന്നൊക്കെ പറയുന്നിട അടക്കം യാത്ര ചെയ്തപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ താങ്ക്ഫുള്ളായിട്ട് പറയണേ, എല്ലാ കോഴിക്കോട്ടുകാരും ഉള്ളത് കൊണ്ട് പറയുകയാണ്. ദെനെവർ ആസ്മി, എനിക്ക് ഒരിക്കലും ബാത്റൂം വേണം എന്ന് പോലീസുകാരോട് പറയേണ്ടി വന്നിട്ടില്ല. വെളുപ്പിന് രാവിലെ 2 മണിക്കൊക്കെ പുറപ്പെട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്ക് തിരിച്ചു കയറി വരുന്ന എനിക്ക് പോലീസുകാരോട് ഒരിക്കലും അത് പറയേണ്ടി വന്നിട്ടില്ല. അവരത് അറേഞ്ച് ചെയ്തു. കേരളത്തിൽ അത് ചെയ്യാൻ കഴിവുള്ളത് പോലീസിന് മാത്രമാണ്. അത് ഞാൻ ഒരു നന്ദി പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഫോറൻസിക്കിൽ ഉണ്ടാവുമായിരുന്നില്ല, അതും പറയാം. ഒരു ബാത്റൂമിൻ്റെ പേരിൽ മാത്രം. ഇതിന് തുടർച്ചയായിട്ടൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഈ ഇത്ര സഹകരണത്തോടുകൂടി സ്ട്രെയിൻ എടുത്തു, ദിവസങ്ങൾ പഴക്കമുള്ള ജഡങ്ങൾ പരിശോധിച്ച് ഒരു ഫൈൻഡിങ് നടത്തി, എന്തായിരുന്നാലും കോടതിയിൽ സാക്ഷികളായി പോകുമല്ലോ. കോടതിയിൽ നിങ്ങളാണ് ഏറ്റവും അധികം ക്രോസ് വിസ്താരം, എതിർഭാഗം വക്കീലിൻ്റെ എതിർ വിസ്താരം നേടുന്ന ഒരു സാക്ഷി. ഈ മരണകാരണം ഇതല്ല എന്ന് പൊളിക്കാൻ ശ്രമിക്കുകയാണ് എതിർ വക്കീൽ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, എങ്കിൽ പോലും തൊഴിലിൻ്റെ ഭാഗമായി. എൻ്റെ ചോദ്യം അതല്ല. ഇങ്ങനെയൊക്കെ തെളിവ് കൊടുത്തിട്ടും ഇത് മനസ്സിലാകാതെ പോകുന്ന ജഡ്ജിമാരുണ്ടോ? അതായത് ഇത്ര വലിയ പിന്നെ സ്ട്രെയിൻ എടുത്ത് ഇത്രയധികം മെനക്കെട്ട് ഒരു ഫൈൻഡിങ് ഉണ്ടാക്കിയിട്ട് അത് ആ ജഡ്ജി ഒരിക്കലും ഒരു സയൻറ്റിഫിക് എക്സ്പേർട്ടല്ല. അദ്ദേഹം നിയമം മാത്രം പഠിച്ചിട്ടുള്ള ആളായിരിക്കും. ഇത് ഈ ജഡ്ജിയുടെ അത് സ്വീകരിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട്, വിവരക്കുറവുകൊണ്ട് നമ്മൾ നടത്തുക അങ്ങനത്തെ ഉള്ള വിധിന്യായങ്ങൾ വേദനയുണ്ട്. ഇനി പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാൽ ഞാൻ നോക്കിക്കോളാം, അതുണ്ടാവില്ല. എനിക്ക് അതിൽ ഒബ്ജക്ഷൻ ഉണ്ട്. കോടതികൾ കാര്യമായി ശ്രമിച്ചിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വേദനപ്പെടുത്തുന്നത് 2 ദിവസം മുന്നാലെ ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടു. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ജയലളിത അവരുടെ എന്തോ ഒരു സമിതിയിൽ ജഡ്ജിന് ഡോക്ടർമാർ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ ഒരു സമിതി വേണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് 62 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒരു ജഡ്ജിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് മനസ്സുകൊണ്ടാണ് ജഡ്ജ് കേൾക്കണത്, മനസ്സുകൊണ്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവർക്കാണ് ദുരൂഹതയുള്ളത്. അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരേ ഒരാൾ കോടതി മാത്രമാണെന്നാണ് എൻ്റെ മനസ്സിലായിട്ടുള്ളത്. എനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട അവസരങ്ങളില്ല. ദത്തൻ സാറിൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടോ? ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമമോ, അതായത് പിന്നീട് ജഡ്ജിമാർ ആ എവിഡൻസ് തെളിവ് ഉൾക്കൊള്ളാതിരുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എനിക്ക് പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായം. ഇപ്പോഴും അവരുടെ കുറ്റാന്വേഷണങ്ങളിൽ എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, പറയുന്നത് അവർ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടോ, അതുപോലെ കുറ്റാന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് ഞാൻ വീണ്ടും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. അന്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പോലീസ് സേന കുറ്റാന്വേഷണത്തിൽ വളരെ ഔന്നത്യം പുലർത്തുന്നു എന്ന് സധൈര്യം പറയാൻ പറ്റും. അല്ല, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാം. അത് നമ്മൾ പത്രം വായിച്ചാൽ അറിയാമല്ലോ. ലോ ആൻഡ് ഓർഡർ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ എത്രയോ മോശമാണ്. ഇവിടെ കുറ്റാന്വേഷണത്തിൽ കാലതാമസം വരാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുറ്റാന്വേഷണം എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. അതിലെ ഫോറൻസിക് ഡോക്ടർക്ക് മരണകാരണം പറഞ്ഞു കൊടുക്കുക, മരിച്ചിട്ട് എത്ര സമയമായി എന്ന് പറയുക, ഇത് 2 കാര്യങ്ങളല്ലാതെ എങ്ങനെ മരിച്ചു എന്ന് പറയുവാൻ സാധ്യമല്ല. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വെള്ളത്തിൽ നിന്നൊരു മൃതശരീരം റിക്കവർ ചെയ്യുന്ന, മരണകാരണം അറിഞ്ഞൂടാ, വെള്ളത്തിൽ കണ്ടു, അത്രയേ ഉള്ളൂ. അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് ഈ ആൾ ജീവനോടെ വെള്ളത്തിൽ വീണ് വെള്ളം ശ്വാസകോശങ്ങൾക്കകത്ത് കയറി ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് മരണകാരണം വെളിപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇത് ആത്മഹത്യയാണോ, അപകടമരണമാണോ, കൊലപാതകമാണോ എന്ന് പറയുവാൻ ഡോക്ടർക്ക് കഴിയില്ല. അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കൂടെ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ.
അത് ചിലപ്പോൾ സാക്ഷികളില്ലെങ്കിൽ അന്വേഷണം വൈകിയെന്ന് വരും, നീണ്ടുപോയി എന്ന് വരും. അത് സംഭവിക്കാറുണ്ട്. പക്ഷേ മനഃപൂർവം മരണകാരണം അറിഞ്ഞു, അതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ സപ്രസ് ചെയ്തു ആയിട്ട് എനിക്ക് എൻ്റെ അറിവില്ല. ദറ്റ്സ് വെരി ഗുഡ്. വളരെ നല്ല ഒരു ശുഭോദർക്കമായ ഒരു സംഗതിയാണ് പറയുന്നത്. നമുക്ക് കൂടുതലിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് അതെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വലിയ സംഗതിയാണ് അനുഭവത്തിൽ നിന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നമ്മൾ ഈ കുറ്റാന്വേഷണ സാഹിത്യം എന്ന് പറയുന്നത് വലിയ, അപ്പോൾ ഷെർലക് ഹോംസ് ആണല്ലോ പെട്ടെന്ന് എല്ലാവരും ഓർമ്മ വരുന്നത്. അത് ഒട്ടനവധി കുറ്റാന്വേഷണ സിനിമകൾ, സാഹിത്യങ്ങൾ, പുസ്തകം, ഷെർലക് ഹോംസ്, ഡോക്ടർ വാട്സൺ, അതുപോലെയുള്ള സയൻറ്റിഫിക്കും ഫിക്ഷണലുമായിട്ടുള്ള സാഹിത്യങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ നല്ലൊരു ചോദ്യമാണ് ഇത്. ഇതിൽ ഷെർലക് ഹോംസ് വായിക്കാത്തവരാരും കാണില്ല. നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഷെർലക് ഹോംസ് കഥകൾ വായിച്ച് വളർന്നവരാണ്. ഷെർലക് ഹോംസ് എഴുതിയത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ ആർതർ കോനൻ ഡോയിൽ. ഈ ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു ഒരു റോൾ മോഡൽ. അധ്യാപകൻ ഒരു പ്രൊഫസർ ജോസഫ് ബെൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു രോഗി നടന്നു വരുമ്പോഴേ അദ്ദേഹം ആ ആളിനെക്കുറിച്ച് കുറേ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾ, അനുമാനങ്ങൾ. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ സ്റ്റുഡൻസിനോട് പറയും. അതിൽ ഒരാളായിരുന്നു കോനൻ ഡോയിൽ. നോക്കൂ, ആ വരുന്ന ആൾ ലങ്കാഷെയർ നിവാസിയാണ്. അയാൾ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു ഈ ആർമിയിലെ ഒരു ഇതാണല്ലോ ഈ സംഗീതോപകരണം, നാദസ്വരം പോലുള്ള ഒരു സംഗീത ഉപകരണം വായിക്കുന്ന ആളാണ്. ആ ആൾക്ക് എംഫൈസിമ എന്നൊരു രോഗമുണ്ട്, ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും, സാർ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അത് വളരെ നിസ്സാരം, സിമ്പിൾ മൈ ഡിയർ വാട്സൺ എന്ന് ഷെർലക് ഹോംസ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹചാരിയായ വാട്സണോട് പറയാറുണ്ട്. അതുപോലെ സിമ്പിൾ മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ആൾ നടന്നു വരുന്നത് കണ്ടാൽ അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നറിയാം. മാർച്ച് ചെയ്യുന്ന പോലെ അയാൾ നടന്നു വരുന്നു. 2, എന്നാൽ ഒരു പട്ടാളക്കാരൻ്റെ അത്രയും തടിമിടുക്കില്ല. 3, അയാളുടെ നെഞ്ച് ഒരു പ്രത്യേക ആകൃതി, ഫണ്ണൽ ഷേപ്ഡ് ആകൃതിയാണ്. അപ്പോൾ അയാൾക്ക് ശ്വാസകോശ രോഗം എംഫൈസിമ ഉണ്ട്. എംഫൈസിമ ഉണ്ടാകണമെങ്കിൽ അയാൾ പട്ടാളത്തിൽ ഈ ബാൻഡിലെ ഒരംഗം, ഈ ഇത് വായിക്കുന്ന കുഴലൂത്ത് ചെയ്യുന്ന ആളായിരിക്കും. എന്നിട്ട് വിദ്യാർത്ഥികളോട് ഇയാളെ പരിശോധിക്കാൻ പറയും, ചോദ്യം ചോദിക്കാൻ പറയും. ഇതെല്ലാം ശരിയായിരിക്കും. ഇങ്ങനെ ജോസഫ് ബെല്ലിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർതർ കോനൻ ഡോയിൽ ഷെർലക് ഹോംസിൻ്റെ രചന മുഴുവനും നടത്തിയത്. മേഡത്തോട് ഇപ്പം ഉമാദത്തൻ സാറ് പറഞ്ഞു വ്യത്യസ്തമായ ഒരു സഞ്ചാരം. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഇൻ ടു ദ വുഡ്സ് എന്നുള്ള കവിതയാണ് പറഞ്ഞു. ഐ ഓപ്റ്റർ ദി റോഡ് വിച്ച് ഈസ് ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ഇറ്റ് ഹാഡ് മേഡ് ഓൾ ഡിഫറൻസസ്. ഇൻ ടു ദ വുഡ്സ് എന്നൊരു കവിത വായിച്ചു, അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടി. അങ്ങനെ വല്ല ഇൻസ്പിറേഷനും കിട്ടിയിട്ടാണോ വന്നത്? അതൊന്ന്. അതിന് മുമ്പ് ചോദിക്കാനുള്ളത്, ഒട്ടനവധി പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്ത ഒരാളാണല്ലോ. എനിക്കിപ്പോൾ ഈ സദസ്സിന് വേണ്ടി ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ആദ്യത്തെ ചോദ്യം നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ. ഞങ്ങളൊക്കെ വളരെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞെട്ടിപ്പോയൊരു മരണമാണ് പത്മരാജൻ്റെ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്മരാജൻ സാറ് മരിക്കുമ്പോൾ 46 വയസ്സേ ഉള്ളൂ. അപ്രതീക്ഷിതമായി ഇത്രയും പ്രശസ്തനായ ഒരാളുടെ മൃതശരീരം ഓപ്പറേഷൻ ടേബിളിൽ കണ്ടപ്പോൾ, അത് എഴുതിയത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവണമില്ല, അന്ന് നിങ്ങൾ കമ്പാരിറ്റീവ്ലി ചെറുപ്പവുമായിരിക്കും. ഈ സാംസ്കാരിക ലോകത്തെ വലിയൊരു വാഗ്ദാനമായ ഒരാൾ മരിച്ചു, എൻ്റെ മുന്നിൽ മൃതശരീരമായി വന്നപ്പോൾ ഉണ്ടായ ഒരു വൈകാരികാവസ്ഥ എന്തായാലും? അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനല്ല. ഞാൻ പ്രശസ്തരായവരും വലിയവരുടേതും ഒന്നും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേയില്ല. സർവ്വസാധാരണക്കാരായിട്ടുള്ളവരും എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റുള്ളവർ ചെയ്യാൻ മടിച്ചതും പിന്നെ
തീരെ പേരും നാളൊന്നും ഇല്ലാത്ത പോലത്തെ മൃതദേഹങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഹോളിഡേ ഡ്യൂട്ടി, ഓണം വിഷുവിനൊക്കെ ആരും ഇല്ലാണ്ട് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ വലിയ വിശേഷപ്പെട്ട പോസ്റ്റ്മോർട്ടങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, പത്മരാജൻ റൈറ്റർ നമുക്ക് അറിയാം, അതൊരു മനസ്സിന് വിങ്ങലോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു പണിയല്ല പോസ്റ്റ്മോർട്ടം. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, അല്ല ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് കണ്ടു പുറത്ത് കടന്നു എന്നല്ലാതെ പോസ്റ്റ്മോർട്ടം കണ്ടിട്ടില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ എല്ലാവരുടെയും പിറകിലുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ. ഒരു മഹത് വ്യക്തിയുടെ ഇൻസ്പിറേഷൻ ഇല്ലാതെ ഒരു ചെറിയ ആൾക്ക് ഇത്തരം ഒരു ഫീൽഡിൽ വരാൻ പറ്റില്ല. എൻ്റെ ഇൻസ്പിറേഷൻ അത് പറഞ്ഞാൽ അത് എനിക്കറിയില്ല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഇൻ 1966, റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അത് ജലാലുദ്ദീൻ അക്ബർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പഴയ അക്ബർ ദി ഗ്രേറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. അതേ എഡിഷനിൽ തന്നെ, അതേ വോളിയത്തിൽ തന്നെ കീത്ത് സിംസൺ, അദ്ദേഹം ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ, ഒരു ആസിഡ് ബാത്ത് മർഡർ കേസിലെ ഒരു വനിതയെ ഒരു ആസിഡ് ബാത്തിൽ കൊണ്ട് ഒരു ട്രം മുഴുവൻ ആസിഡ് ഒഴിച്ച് അതിൽ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചിയിൽ നിന്ന് ഒരു കല്ലിൽ നിന്ന് ആ ക്രൈം അൺഫോൾഡ് ചെയ്ത ഒരു സ്റ്റോറിയും വായിച്ചു. ഇതിൽ രണ്ടിൽ ഏതാ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടും എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. ജലാലുദ്ദീൻ അക്ബറുടെ മഹത്തായ ഒരു ആദർശം, ദി അക്യൂസ്ഡ് ഷാൽ ബി ഹേർഡ്, പ്രതിഭാഗം കേട്ടിട്ട് മാത്രമേ ശിക്ഷ നടപ്പാക്കൂ എന്നുള്ള നടപടി അദ്ദേഹമാണ് കൊണ്ടുവന്നതെന്നും പിന്നീട് ലോകത്താകമാനം എല്ലാ നീതിന്യായ വ്യവസ്ഥകളും അത് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത്, അത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ നിന്നാണ് ഈ ഇതിൻ്റെ തുടക്കം. രണ്ടാമത്തെ കാര്യം, ഈ കീത്ത് സിംസൺ ഒരു കല്ലിൽ നിന്ന് ഒരു മൃതദേഹം അൺഫോൾഡ് ചെയ്തു എന്നുള്ളത്, പക്ഷെ അദ്ദേഹം എൻ്റെ റോൾ മോഡലല്ല. ഞാൻ കീത്ത് സിംസൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ റോൾ മോഡൽ മിൽട്ടൺ ഹെൽപ്പേണാണ്. അതായത് അദ്ദേഹം ന്യൂയോർക്കിലെ ഫോറൻസിക് പത്തോളജിസ്റ്റ് ആയിരുന്നു. അമേരിക്കയുടെ ഫാദർ ഓഫ് ഫോറൻസിക് പത്തോളജി ഇൻ അമേരിക്ക മിൽട്ടൺ ഹെൽപ്പേണിൻ്റെ, അദ്ദേഹം സമൂഹത്തിന് താല്പര്യമുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നടത്തിയിരുന്നത്. അതാണ് എൻ്റെ റോൾ മോഡൽ. അവരാണ് പ്രചോദനം. തീർച്ചയായും ഉണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സംഗതിയിലേക്ക് വരാം. കാരണം ഈ പലപ്പോഴും പ്രതികളെ ഒരു മർഡർ കേസ് എടുക്കുക, നമുക്കിപ്പോൾ അതാണല്ലോ ആ ചർച്ച. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം നടന്നു, ഉടൻ തന്നെ പിന്നെ മൃതശരീരം 1-2 ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഇഞ്ചുറീസും വൂൺസും അതിൻ്റെ ആഴവും ഒക്കെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. പല മർഡർ കേസുകളും കാണാറുണ്ട്. ഇത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ആയുധം കണ്ടെടുക്കുന്ന പരിപാടി. ആയുധം കണ്ടെടുക്കുക, വാക്കത്തി ആയിക്കോട്ടെ, കൊടുവാളായിക്കോട്ടെ, കടാരി ആയിക്കോട്ടെ, അത് ഈ കറക്റ്റായിട്ട് ഉള്ള ഈ പിന്നെ ഈ വൂൺസ്, ഈ മുറിവനുസരിച്ചിട്ടുള്ള ഈ ആയുധങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി പിന്നീട് കണ്ടെടുക്കുന്നത്, റിക്കവറി സാറിന് അറിയാമല്ലോ. സത്യത്തിൽ അതൊരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള സത്യമായിരിക്കാം, ഇയാൾ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ ആയുധം കണ്ടെടുക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള ആയുധ നിർമ്മാണമല്ലേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വഴിയായിട്ടുണ്ടാകും എന്നാണ് വക്കീലന്മാരുടെ അപവാദം. ഈ ചോദ്യത്തിൽ ഒരു മൃതദേഹത്തിലെ മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകൾ ഏത് ആയുധം കൊണ്ടാണ് എന്ന് ഒരു ഫോറൻസിക് ഡോക്ടർക്ക് പറയുവാൻ സാധിക്കും. മൂർച്ചയുള്ള ആയുധമാണോ അതോ ബ്ലണ്ടായിട്ടുള്ള ലാത്തിയോ വടിയോ പോലുള്ള ആയുധമാണോ? മൂർച്ചയുള്ള ആയുധമാണെങ്കിൽ അതിന് ഒരു തല മൂർച്ചയാണോ, ഒരു വശം മാത്രം മൂർച്ചയുള്ളതാണോ, അതോ 2 വശവും 2 എഡ്ജും മൂർച്ചയുള്ളതാണോ? ഇങ്ങനെയുള്ള ധാരാളം വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുവാൻ സാധിക്കും. അപ്പോൾ ഈ കൈമാറിക്കഴിഞ്ഞാൽ ഇപ്പം ശ്രീ സജി പറഞ്ഞത് അതുപോലൊരു ആയുധം പോലീസ് ഉണ്ടാക്കും എന്നുള്ളത് അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. ഈ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ഒരു 27ാം വകുപ്പ് പ്രകാരം ഒരു പ്രതി പറയുകയാണ്, ഞാൻ ഇയാളെ കുത്തിക്കൊന്നു. അങ്ങനെയുള്ള ഒരു അഡ്മിഷന് യാതൊരു വിലയുമില്ല. ഞാൻ ഇന്നാളെ കുത്താൻ ഉപയോഗിച്ച ആയുധം ആ വൈക്കോൽ പുരയിൽ
ഒളിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം, അത് ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കിണറ്റിലിടാൻ പറയുന്നത്. അപ്പോൾ ആ കടലിലിറങ്ങാൻ ഭാഗം കിട്ടുമല്ലോ. ശരിയാണ്. അത് കോടതിയും സ്വീകരിക്കുന്ന ഒരു തെളിവാണ് റിക്കവറി. റിക്കവറി. അപ്പോൾ ഈ പ്രതി പറയുന്ന അനുസരിച്ച് പോലീസ് ആ സ്ഥലത്ത് പോയി ആയുധം കണ്ടെടുത്തു കഴിഞ്ഞ് അവിടെ ഒരു മഹസർ എഴുതി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അതെടുത്ത് കൊണ്ടുവന്നാൽ ആദ്യം കൊണ്ടുവരുന്നത് ഡോക്ടറുടെ അടുത്താണ്. അവർ വന്ന് ചോദിക്കും, ഡോക്ടർ, ഈ ആയുധം കൊണ്ട് ഈ മുറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? അപ്പോൾ അവിടെ ഡോക്ടറെ, പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡോക്ടറുടെ അഭിപ്രായം ഒരു രേഖപ്പെടുത്തും. അതൊരു തെളിവാണ് കോടതിയിൽ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ അറിവ് വെച്ചിട്ട് ഒരു പക്ഷേ ആയുധം പ്രതിക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ എവിടെ ഉപേക്ഷിച്ചു എന്നുള്ളത് കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ അയാൾ കള്ളം പറയുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് കേൾക്കുന്നു. ആഭ്യന്തര വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അത്രയും പറഞ്ഞാൽ ആ ഭാഗത്തോട്ട് ഞങ്ങൾ നോക്കാറില്ല. നമ്മുടെ അഭിപ്രായം പറയുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അളവ് ചോദിച്ചിട്ട് പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് കൊണ്ടുവന്ന കത്തി അണച്ചിട്ട് ആ സൈസാക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഇങ്ങനെയാണോ, ഇത് താഴെ കോവൂര് ഒരു ഇതുണ്ട്, ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അളവ് ശരിയാക്കി കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ സൈസാക്കി കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഒരു 5 ml ബ്ലഡ് ഒരു കുപ്പിയിലാക്കിയിട്ട് പോലീസിന് കൊടുക്കാറുണ്ടായിരുന്നു. ഇത് കത്തിയിൽ ഞാൻ ആദ്യമായിട്ട് ഈ 5 ml ബ്ലഡ് കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ, ഞാൻ വന്നിട്ട് 3-4 ദിവസം ആയിട്ടുള്ളൂ, എൻ്റെ പ്രൊഫസർ റൂമിൽ പ്രവേശിച്ചിട്ട് അത് എന്തിനാണ് ഈ ബ്ലഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, പോസ്റ്റ്മോർട്ടത്തിൻ്റെ ചടങ്ങാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് കത്തിയിൽ തേക്കാനാണെന്ന് പറഞ്ഞു. അതായിരുന്നു അതിൻ്റെ അവസാനം. പിന്നീട് അങ്ങനെ ഒരു സംഭവം കത്തി ഷേപ്പ് ചെയ്യണ രീതികളോ കോഴിക്കോട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കത്തി കണ്ടെടുക്കുന്ന ഒരു കേസിൽ കോഴിക്കോടിനെ ഒരു വിഷമത്തിലാക്കിയ ഒരു സുന്ദരിയമ്മ മർഡർ കേസുണ്ട്. മീൻചന്ത കോളേജിൻ്റെ അടുത്ത് എവിടെയുമാണ്. ആ കത്തി, ആ മുറിവുകൾ ഞാനും കണ്ടതാണ്. മറ്റൊരു ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്, ഞാനും കണ്ടതാണ്. കണ്ണിനകത്ത് തറച്ച് കയറിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചോപ്പർ കട്ടാണെന്ന് തോന്നും, കാരണം തല ഇങ്ങനെ പിളർന്ന പോലെ മുറിവുകളാണ്. കൈയൊക്കെ അറ്റ് തൂങ്ങിയ മാതിരിയായിരുന്നു റിസ്റ്റ്. അപ്പോൾ ആദ്യം ചോപ്പർ എന്നാണ് പോലീസ് വിചാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു സ്റ്റാബ്, ഒരു കത്തി കൊണ്ടുള്ള കുത്ത്. അവർ തല കൊണ്ട് തടയുകയും കൈ കൊണ്ട് തടയും. വളരെയധികം സ്ട്രോങ് ആയിട്ട് അവരുടെ മരണത്തിന് ചെറുത്ത് നിന്നിട്ടുള്ള ഒരു വനിത ഞാൻ കണ്ടിട്ടുള്ളതിൽ സുന്ദരിയമ്മ തന്നെയാണ്. അത്രയ്ക്ക് ഒരു സ്ത്രീയും ജീവിതത്തിൽ ധീരമായിട്ട് സ്വന്തം ശരീരത്തിൻ്റെ നേർക്കുള്ള ഈ കൊലപാതക ശ്രമം ചെറുത്തിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഇതിലെന്തോ ഒരു മിക്സപ്പ് വന്നു എന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവണത് അക്കാലത്ത് നടന്ന ഷഹീദ് ബാവ എന്ന് പറയുന്ന ഒരു കേസിൽ ചോപ്പറാണ് ഒരാൾ ഷർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വന്നത്. അതിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ജഡ്ജ്മെൻറ്റിൽ ഈ ചോപ്പറിൽ ഇങ്ങനെ ബ്ലഡ് ഇറ്റ് ഇത് ചോപ്പറല്ല, ഈ സുന്ദരിയമ്മേനെ കൊന്നിരിക്കുന്നത് കത്തി കൊണ്ടുള്ള കുത്താണ്. മുറിവ് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെങ്കിലും സത്യസന്ധമായിട്ട് അത് അന്വേഷിച്ചത് കോഴിക്കോട് ഒരു PM പ്രദീപൻ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ 2 ഉദ്യോഗസ്ഥരാണ് ക്രൈം ബ്രാഞ്ചിൽ. അവർ ഇത്ര ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പൃഥ്വിരാജിനെ അല്ലാതെ എനിക്കറിയാം. ആ കേസിൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിന് കൂടുതൽ എനിക്കറിയില്ല, പക്ഷേ ഐ ഡോണ്ട് ബിലീവ്. കാരണം എനിക്കറിയുന്നിടത്തോളം തെളിവ് വെച്ച സുന്ദരിയമ്മ സുന്ദരമായി കൊലപ്പെടുത്തപ്പെട്ടത് തന്നെയാണ്. അതിൽ ജഡ്ജ്മെൻറ്റിൽ എന്ത് കാരണത്താലാണ് അങ്ങനത്തെ പെശകുകൾ കടന്നുകൂടിയതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിനെ തുടർന്നിട്ട് ആ പ്രതി ഇന്നസെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാദവുമായിട്ട് ഒരു ഫിലിമൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് കോഴിക്കോട് ജനം അറിയണം, അത് തെറ്റാണ്. ആ ഫിലിം ഡയറക്ടർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വെർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിരാധാരനായ ഒരു കുട്ടിയുടെ മേൽ പോലീസ് കേസ് വെച്ച് കെട്ടുന്നു എന്നുള്ളതിന് അതങ്ങനെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരിക്കും. ഞാൻ ഫിലിം കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ട സുന്ദരിയമ്മ, എൻ്റെ കൂടെയുള്ള ഡോക്ടർ കൃഷ്ണകുമാറാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്, എൻ്റെ സൂപ്പർവിഷനിലാണ് ചെയ്തത്. സുന്ദരിയമ്മ കൊല ചെയ്യപ്പെട്ടത് തന്നെയാണ്. സുന്ദരിയമ്മയുടെ കത്തി റിക്കവർ ചെയ്തത് ഡോക്ടർ കൂടി സ്ഥലത്തുള്ളപ്പോഴാണ്. അത് 100% സത്യസന്ധമായിട്ടാണ് പ്രദീപും
പൃഥ്വിരാജും അത് അന്വേഷിച്ച് സുന്ദരിയമ്മയ്ക്കാണ് ധീരതയ്ക്ക് ഏതെങ്കിലും ഒരു അവാർഡ് സർക്കാർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അർഹിക്കുന്ന ഒരു സ്ത്രീ സുന്ദരിയമ്മ തന്നെയാണ്. അല്ല, അതിനകത്ത് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് ആ കേസിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം, ഈ പ്രതിയെ കളവായി ഫിക്സ് ചെയ്താണ് നടപടിയെടുക്കുന്നുള്ള റെക്കമെൻഡേഷൻ കൂടി ആ കോടതിയിലുണ്ട്. ശമ്പളത്തിൽ നിന്ന് 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമെന്ന് ജഡ്ജ്മെന്റിൽ എഴുതി ഒരു സെന്റൻസ് കൂടി എഴുതാമായിരുന്നു. ആ കത്തി കൂടി ആ കളവ് ചെയ്ത ആൾക്ക് അല്ലെ കുത്തിക്കൊന്ന ആൾക്ക് കത്തി കൂടി തിരിച്ചു കൊടുക്കണമെന്ന് എഴുതാത്തത് എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ സർപ്രൈസ്. അല്ല, ഇത് എല്ലാവരുടെ അറിവിലേക്ക് പറയാണ്. ആ ഇപ്പോൾ ഒരു സമീപം ഉണ്ടായൊരു സംഗതി, ആ വെറുതെ വിട്ട പ്രതി ഈ സമീപകാലത്ത് വലിയൊരു കേസിൽ ഇപ്പോൾ പ്രതിയായിട്ട് ഇപ്പം അകത്തുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. തീർച്ചയായും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയിട്ട് കോടതിക്ക് പോലും ബോധരേഷൻ വരാത്ത രീതിയിലാണോ കേസ് നടത്തിയത്? ആരാണ് നടത്തിയതെന്ന് എനിക്കറിയില്ല, എനിക്കതിൽ റോളൊന്നുമില്ല. പക്ഷെ കോഴിക്കോട് ജില്ലയാണ് അത് നടത്തിയത്, കോഴിക്കോട്ടുകാരാണ് നടത്തുന്നത്. ആരാണ് തെളിവ് കൊടുക്കാതെ ഇരുന്നത്? ആരാണ് കോടതിയിൽ കളവ് പറഞ്ഞത്? എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രായം എന്നെക്കാളും 1-2 വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അക്കാലത്ത് ഞാനും ഒറ്റയ്ക്ക് താമസിക്കുന്നത്, എന്നെ അത് ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേണം പോലീസും സമൂഹം ഒന്നാകുകയും പ്രവർത്തിക്കാനെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സുന്ദരിയമ്മ കേസിൽ നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റി. സാറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും വിടണ്ടാത്തവനെ വെറുതെ വിട്ടല്ലോ എന്നുള്ള തോന്നൽ ഇപ്പം മാഡം പറഞ്ഞില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറേ ഇല്ല. ഫോറൻസിക് മെഡിസിനിലെ ഒരു ഡിക്റ്റം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവത്ഗീത കോട്ട് ചെയ്യാം, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഓർമ്മിക്കുക. ചില കേസുകൾ വിട്ടുപോകും, ചിലത് ശിക്ഷിക്കും. ഇത് വലിയൊരു ഫ്രഞ്ച് ഫോറൻസിക് സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് രക്ഷിക്കാൻ ഒരു പ്രതിയുമില്ല, നിങ്ങൾക്ക് ശിക്ഷിക്കാൻ ഒരു കുറ്റവാളിയുമില്ല. നിങ്ങളെപ്പോഴും ശാസ്ത്രത്തിൻ്റെ ആളായി നിന്ന് സത്യം കണ്ടുപിടിക്കാനുള്ള യജ്ഞത്തിൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സുന്ദരിയമ്മ കേസിനെ കുറിച്ച് എനിക്കറിയാം. ആ കേസിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ കോടതിയിൽ വിടുന്നത് ശ്രീ സജിക്കറിയാം, തെളിവുകളുടെ അഭാവത്തിലോ മറ്റോ ആയിരിക്കാം. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകൾ നേരത്തെ നമ്മൾ കത്തിയുടെ കാര്യം പറഞ്ഞു. കത്തി കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രോസിക്യൂഷൻ്റെ, നമ്മുടെ പ്രോസിക്യൂട്ടർ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. പ്രോസിക്യൂഷൻ്റെ ഒരു പോരായ്മയായിട്ടാണ് കരുതുന്നത്. കത്തി ഒരാളിനെ കുത്തിയിട്ട് ഓടുന്ന ആൾ കത്തി ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു, അത് കിട്ടിയില്ല. പക്ഷെ അതൊരു വലിയ ലാക്കുന എന്ന് പറയാം, ഒരു വലിയ വിടവാണ് ആ തെളിവ് കോടതിയിൽ, അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അതിന് ഞാൻ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ അത് അതുപോലെ അങ്ങ് എഴുതിയാൽ പോരെ? കത്തി കിട്ടിയില്ല, പ്രതി വലിച്ചെറിഞ്ഞതാണ്. അയ്യോ സാർ, അത് കോടതിയിൽ കേസ് പോവും, കേസ് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അതൊരു തെറ്റായ നടപടിയാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സുന്ദരിയമ്മ കേസിൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ട്. അത് പിന്നീട് കേട്ടു. ഈ വിധി പേപ്പറിൽ വന്ന ദിവസം രാത്രിയിൽ, ഞാൻ അന്ന് തൃശ്ശൂരാണ് ജോലി, ഞാൻ അഡ്വക്കേറ്റ് സുജാത വർമ്മ, ഐ തിങ്ക് വേറെ 1-2 ഫ്രണ്ട്സ് ഉണ്ട് സുജാതയുടെ, ഞങ്ങൾ അവിടെ വന്നു. അന്നൊരു ന്യൂ മൂൺ ഡേ ആണ്, കറുത്തവാവ് ദിവസമാണ്. ഈ പൃഥ്വിരാജ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസാണ്, അദ്ദേഹത്തിന് മൊഫസിൽ ബസ് സ്റ്റാൻഡിൽ ന്യൂ മൂൺ ഡേ കള്ളനെ പിടിക്കേണ്ട ഡ്യൂട്ടി ഉണ്ട്. അപ്പം റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റേഷനിലിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള 2 മണിക്കൂറോളം നീളുന്ന സ്വതന്ത്രമായിട്ടുള്ള ഫ്രീ ഫ്ലോയിങ് കൺഫെഷൻ അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യസന്ധമായി മറ്റു രാജ്യങ്ങളിലെ പോലെ കൺഫെഷൻ അവലോകനം ചെയ്ത് അത് ശരിയല്ലാത്തതാണെങ്കിൽ, ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ, പ്രേരിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ തള്ളിക്കളയാനുള്ള കോടതിക്ക് നിർഭാഗ്യരെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഒരു പ്രകാരം പ്രതി എല്ലാം ഏറ്റു പറഞ്ഞാലും അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ
ആ കുറ്റകൃത്യത്തിൻ്റെ ആദ്യാവസാനം മുഴുവൻ പറഞ്ഞാലും കോടതിയിലെത്തുമ്പോൾ അത് തെളിവ് നിയമപ്രകാരം യാതൊരു വിലയുമില്ല. അതാണ് അതിൻ്റെ ഒരു സാങ്കേതികമായ പ്രശ്നം. എന്തുമാത്രം ഒരു പ്രതി കുറ്റം സംബന്ധിച്ചാലും ആത്മാർത്ഥമായി പറഞ്ഞാലും ഞാൻ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലും കോടതിയുടെ മുന്നിൽ തെളിവുകൾ മാത്രമാണ് പരിശോധിക്കപ്പെടുന്നത്. നമ്മുടെ സമയം വളരെ പരിമിതപ്പെടുകയാണ്. വളരെ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ വിഷയം മണിക്കൂറുകളോളം ചർച്ച ചെയ്യാനുണ്ട്. അവസാനത്തെ ഉള്ള ഈ നിമിഷങ്ങളിൽ ചുരുങ്ങിയ ചോദ്യം, ചെറിയ ചോദ്യങ്ങൾ ചെറിയ വാക്കുകൾ ചോദിക്കുകയാണെങ്കിൽ ഇവരതിൻ്റെ മറുപടി പറയും. സദസ്സിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ? ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ബുക്ക് വായിച്ചിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ച ഏക ഒരു പ്രോഗ്രാമാണിത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. മേഡത്തോടാണ് ചോദ്യം. ഉമാദത്തൻ സാറ് ഇപ്പം നിലവിൽ 2 ബുക്ക് ഇറക്കിയിട്ടുണ്ട്. നല്ല തടിച്ച ബുക്കുകളാണ് രണ്ടും. എന്നാൽ മേഡം ഒരു ബുക്ക് ഇറക്കിയിട്ട് ഒരു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അനുഭവങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ബുക്ക് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി. ഇപ്പം റിട്ടയർഡുമാണ്. അപ്പോൾ ഇനി ഒരു പുസ്തകത്തിന് ഇങ്ങനെ ഒരു പുതിയൊരു ബുക്ക് ഇറക്കാനുള്ള ഒരു പണിപ്പുരയിൽ ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? അത് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. ഒരുപാട് ശത്രുക്കളെ കിട്ടി, അത് മതി. ഈ വിഷയം സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഇതിൽ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. കുറേ കാലത്ത് പച്ചക്കുതിരയിൽ വന്ന കാലത്തൊക്കെ താല്പര്യപൂർവ്വം വായിച്ചായിരുന്നു. അപ്പോൾ ശരിക്ക് പക്ഷേ സിനിമകളിലൊക്കെ പലപ്പോഴും ഇപ്പോൾ രണ്ടുപേരും അനുഭവം പറയുമ്പോഴും ഈ ഫോറൻസിക് സർജറി നടത്തുന്നതിൽ വളരെ സത്യസന്ധമായിട്ടും പോലീസുകാരെയൊക്കെ ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ പലപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ നേരെ വിപരീതമായ ഒരു കാഴ്ചയാണ് നമുക്ക് സിനിമയിലൊക്കെ സ്ഥിരമായിട്ട് പല സമയത്തും അങ്ങനത്തെ കാഴ്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്ക് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തത് നിങ്ങൾക്കൊരു പ്രതിഷേധം ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ഏത് ഏറ്റവും പുതിയ ഇറങ്ങിയൊരു എന്താ സിനിമയുടെ പേര്, പടത്തിൻ്റെ പേര് ഓർമ്മയില്ല, ഏറ്റവും പുതിയൊരു സിനിമയിൽ വരെ എന്തോ ഒരു പയ്യൻ, അത് തന്നെ വിശുദ്ധ പയ്യൻ, അത് കുപ്രസിദ്ധ പയ്യൻ. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അപ്പം ആ സിനിമ വെച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആ ന്യായീകരണത്തിനെ കുറിച്ച് സത്യാവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നുള്ള മാഡം പറഞ്ഞല്ലോ. ഉമാദത്തൻ സാറിനോടാണ് ചോദ്യം. സാറിൻ്റെ പുസ്തകം വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ലോക്കപ്പ് മരണങ്ങളെക്കുറിച്ചുള്ള പല സംഗതികളെക്കുറിച്ചും കണ്ടിരുന്നു. ലോക്കപ്പ് മരണങ്ങൾ നടന്നത്. അപ്പോൾ പല പല പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ ചിലതെല്ലാം ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ള ചില സാധനങ്ങൾ പറയുന്നുണ്ട്. അതിൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് ഹൃദയരോഗികളായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ചോദ്യം ചെയ്യലും അത് പോലീസിൻ്റെ ടോർച്ചർ തന്നെയായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ. അതൊരു സ്ഥലത്തിലും അതുകൊണ്ട് ഇത് കൊലപാതകമല്ല, ഹൃദയരോഗം മൂലം മരണപ്പെട്ടതാണ് എന്നുള്ള ഒരു നിഗമനത്തിലെത്തിക്കൊണ്ട് അത് നിർത്തിപ്പോകുന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ആളുകൾക്കെല്ലാം അല്ല പോലീസുകാരെ കാരണമല്ല അയാൾ മരിച്ചത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. തീർച്ചയായിട്ടും ഈ പോലീസിൻ്റെ ടോർച്ചർ കൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇയാൾ മരണപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അതൊരു ശരിക്കും കൊലപാതകം തന്നെയല്ലേ? അല്ല, ടോർച്ചർ എന്ന് പറയുമ്പോൾ മെൻ്റൽ ടോർച്ചർ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കസ്റ്റോഡിയൽ ടോർച്ചറാണ്. കസ്റ്റോഡിയൽ ടോർച്ചറാണ് ഉദ്ദേശിക്കുന്നത്. കസ്റ്റോഡിയൽ ടോർച്ചറാണ്. കസ്റ്റഡിയിൽ വെച്ചിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തിട്ട് മരിച്ചു പോകുന്ന അവസ്ഥ. കസ്റ്റോഡിയൽ ടോർച്ചറിന് ശരിക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമമില്ല. ടോർച്ചർ ഒരു UN കൺവെൻഷൻ അനുസരിച്ച് ടോർച്ചർ അല്ലെങ്കിൽ പീഡനം, ശാരീരികമായ പീഡനം എന്നത് ഗുരുതരമായ കുറ്റമായി UN-ൽ അംഗങ്ങളായ 156 രാജ്യങ്ങൾ ആ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല ഇതുവരെ. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 75-ലാണ് ഈ ടോർച്ചർ പ്രിവെൻഷൻ ട്രീറ്റി നിലവിൽ വന്നത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടോർച്ചർ നടക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് സ്ഥിതി വിവരക്കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇതുവരെ ഇതിനൊരു നിയമമില്ല. അപ്പോൾ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്ന നിയമം ഉണ്ടല്ലോ, 302, 330 തുടങ്ങിയ ധാരാളം വകുപ്പുകളുണ്ടല്ലോ. അതല്ല, ടോർച്ചർ എന്ന് പറയുന്നത് ഒരാളിനെ പോലീസ്, മിലിറ്ററി തുടങ്ങിയ
ഭരണ സംവിധാനത്തിൻ്റെ ഘടകങ്ങളായ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കൺഫെഷൻ, അതായത് കുറ്റസമ്മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊണ്ടി മുതൽ കണ്ടെടുക്കുവാൻ വേണ്ടിയോ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെയാണ് ടോർച്ചർ എന്ന് പറയുന്നത്. ആ ടോർച്ചറിന് ഇതുവരെ നിയമമില്ല. 2015 തോന്നുന്നു ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ അത് രാജ്യസഭയിലോട്ട് എത്തിയിട്ടില്ല, അത് നിയമമായിട്ടില്ല. ഇതാണ് അവസ്ഥ. അല്ല, അതൊരു പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മനുഷ്യാവകാശങ്ങളിൽ നമ്മളിപ്പോഴും വളരെ പിന്നിലാണ്. കാരണം നമ്മുടെ ഈ റൂൾ ഓഫ് ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പാശ്ചാത്യ രാജ്യങ്ങളിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി, അത് യാഥാർത്ഥ്യമാണ്. ഇൻ അവർ പ്ലേസ് ഇറ്റ്സ് ഓൺലി എ സ്ലോഗൻ, ഇപ്പോൾ കൂടി ഒരു മുദ്രാവാക്യമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ജയിലുകളിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ ജയിലുകളിൽ കിടക്കുന്ന ആളുകളിൽ 60% അണ്ടർ ട്രയൽ പ്രിസണേഴ്സാണ്. എന്ന് വെച്ചാൽ റിമാൻഡ് തടവുകാരാണ്. അവരുടെ വിചാരണ തുടങ്ങാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്തിനാണ് ജയിലിൽ കിടക്കുന്നത് പോലും പലർക്കും അറിയില്ല. ഹലോ സർ, ഈ സുന്ദരിയമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ട് അത് തെറ്റായ വിധിയാണ് വന്നതെന്ന് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ? ഒന്നത്. രണ്ട്, ഒരു കുറ്റവാളി ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും അവർക്ക് ശിക്ഷ നൽകാത്ത ഒരവസ്ഥ നമ്മുടെ നിയമത്തിലുണ്ടെങ്കിൽ ആ നിയമത്തിന് മാറ്റം വരുത്തേണ്ടതില്ലേ എന്ന രണ്ട് കാര്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. എന്നോടാണോ ചോദ്യം? എന്നോടാണോ? നിയമവിദഗ്ധൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ പല പോരായ്മകളിൽ ഒന്നാണ്. അതായത് ഒരു പ്രതി കുറ്റസമ്മതം നടത്തിയാൽ നിയമത്തിൻ്റെ കണ്ണിൽ അതിന് യാതൊരു വിലയുമില്ല. അത് റെക്കോർഡ് ചെയ്ത് കോടതി കൊണ്ടുപോയി കേൾപ്പിച്ചാലും അതിനൊരു വിലയില്ല. ആ കുറ്റസമ്മതവുമായി അനുബന്ധമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനോട് പ്രത്യേകിച്ചും, നേരെ മറിച്ച് അയാൾ ഒരു സ്നേഹിതനോട് പറഞ്ഞെങ്കിൽ അതിന് കുറേ കൂടെ വിലയുണ്ടായിരുന്നു, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഒരിക്കൽ ഒരു കേസിൽ ഒരാൾ അയാളുടെ ഭാര്യയെ സാരി കഴുത്തി ചുറ്റിക്കൊന്നു. എന്നിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള രീതിയിൽ കഴുത്തിലെ കുരുക്ക് മുകളിലത്തെ ഉത്തരത്തിൽ കെട്ടി. ആ സ്ത്രീ ഇരിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം ഞാൻ ആ കേസിൽ സ്ഥലം സന്ദർശിച്ചു, സ്ത്രീയുടെ പൊസിഷനും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇതൊരു മർഡറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ഈ കേസ് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയെടുത്തപ്പോൾ ഈ പ്രതി എന്നോടൊരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഞാനിത് പിന്നെ ഈ സീൻ റീകൺസ്ട്രക്ഷൻ, ഒരു പുനരാവിഷ്കരണം നടത്തിയപ്പോൾ പ്രതി എന്നോട് കുറ്റം സമ്മതിച്ചു. പക്ഷേ അത് പോലീസ് എഴുതിയില്ല, എന്നോട് കുറ്റം സമ്മതിച്ചത്. അതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ്. പക്ഷേ എഴുതാത്തത് എന്താണെന്ന് വെച്ചാൽ, എഴുതിയാൽ ഞാൻ പുലിവാല് പിടിക്കും. ഞാൻ കോടതിയിൽ പോയി മൊഴി കൊടുക്കുകയും സജിയെ പോലുള്ളവരുടെ നിശിതമായ ക്രോസ് എക്സാമിനേഷന് വിധേയനാകേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഞാൻ പോകുമായിരുന്നു എന്നാലും. പക്ഷേ എന്നെ സൈറ്റ് ചെയ്തില്ല സാക്ഷിയായി. ഇതാണ് നിയമത്തിൻ്റെ ചില അപര്യാപ്തതകളാണ് ഇതിന് കാരണം. അതിനൊരു കാര്യം കൂടെ പറയാം. അത് പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പല ഈ ഇന്ത്യൻ തെളിവ് നിയമം, ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും കാലാനുസൃതമായി പുനർചിന്തനം ചെയ്യുകയോ അതിൻ്റെ വേണ്ട രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും അന്വേഷണ രീതി ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, വളരെ പ്രാകൃതമായ രീതിയിലാണ്. നമ്മുടെ പോലീസ് മാനുവൽ പരിഷ്കരിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ രീതി അതിനുള്ള പരിഷ്കാരമില്ല. എവിഡൻസ് ആക്ട് 1870 മറ്റോ ഉണ്ടാക്കിയതാണ്. അപ്പോഴും നമ്മളത് പിന്തുടരുന്ന ഒരു പഴയ നിയമങ്ങൾ പിന്തുടരുന്നതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ ഈ ആധുനിക ലോകത്തെ ക്രൈമുകൾ കണ്ടെത്തുന്നതിന് തടസ്സമാണ്. പഴയ നിയമങ്ങൾ 1.5 നൂറ്റാണ്ട് മുമ്പുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ആധുനിക കാലത്തെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് ഈ ആധുനിക ഗ്ലോബലൈസേഷൻ കാലത്ത് കുറ്റകൃത്യങ്ങൾ വളരെ സങ്കീർണമാണ്, അത്യധികം ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിക്കാം എന്നുള്ളൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നിയമം പരിഷ്കരിക്കേണ്ടത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവിടെ പോകുന്ന ആളുകൾക്ക് അതിനുള്ള ബുദ്ധിയും ബോധവും ചിന്തയും ഇല്ലാത്ത എന്താണെന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം. അടുത്ത ചോദ്യം മാഡത്തോടാണ്. നമ്മൾ മെഡിക്കൽ കോളേജസിൽ ഫോറൻസിക് മെഡിസിൻ വിദ്യാർത്ഥികൾക്ക്
ജെൻഡർ ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയുള്ള കേസസ് നിഷേധിക്കപ്പെടാറുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട്. അപ്പം മാഡം ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ജെൻഡർ നിഷേധം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് രാത്രി വരുന്ന കേസസ് അറ്റൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്? ഇല്ല 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 അല്ല. ഐ യൂസ് ടു ട്രാവൽ. രാത്രി പകലൊന്നോ എനിക്ക് എൻ്റെ കൂടെ യൂണിഫോം ജോലി ചെയ്യുമ്പോഴല്ല, ഞാൻ ഉദ്ദേശിച്ചത് പഠിക്കുന്ന കാലത്താണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ എൻ്റെ പ്രൊഫസർ പിള്ള സാറിൻ്റെ അഭിപ്രായത്തിൽ 1.5 മനുഷ്യർ മാത്രമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെയൊന്നും അവർക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. രാത്രി പകലില്ലാതെ തന്നെ കേരളത്തിൻ്റെ ഒരു പകുതിയോളം യാത്ര ചെയ്ത് ജോലി ചെയ്തതാണ് ഞാൻ. പക്ഷേ അന്നത്തെ എന്താ പറയുക, എൻ്റെ അധ്യാപകർ ബലരാമൻ സാറ്, ശിവശങ്കര പിള്ള സാറ്, അവരോട് രാമചന്ദ്രൻ സാർ, ഇവരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. അഭിമന്യനായ അഡ്വക്കേറ്റ് കുഞ്ഞരാമ മേനോനും അതിൽ ഒരു വലിയ ഗുരുവായിട്ടുണ്ട്. അവരൊന്നും ഒരു സ്ത്രീയാണെന്നുള്ള നിലയിൽ ഒരിക്കലും പെരുമാറിയിട്ടില്ല. ഒരു തരത്തിലും നമ്മളെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. സെഷൻ അവസാനിക്കുകയാണ്. ഉപഹാര സമർപ്പണം. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.